സെപ്റ്റംബർ 7 2025 സഭയ്ക്കും പ്രത്യേകം യുവജനങ്ങൾക്കും ഒരു പുതിയ വിശുദ്ധനെയും കൂടി ലഭിച്ചിരിക്കുകയാണ്. ആദ്യത്തെ മിലേനിയൽ സെയിൻറ്റ്, ഇൻ്റർനെറ്റിൻ്റെ പാട്രൺ സെയിൻറ്റ്, അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ഇൻഫ്ലുവൻസർ എന്നൊക്കെ വിളിക്കപ്പെടുന്ന വിശുദ്ധ കാർലോസ് അക്യൂറ്റസ്. വിശുദ്ധ കാർലോസ് അക്യൂറ്റസ് എല്ലാവരോട് ഒറിജിനൽ ആവാൻ അവകാശപ്പെട്ട വിശുദ്ധനാണ്. ദൈവം എല്ലാവരെയും ഒറിജിനലായിട്ട് ഭൂമിയിലേക്ക് അയക്കുന്നു. ദൈവം വിളിക്കുന്ന രീതിയിൽ ഒറിജിനൽ ആവാനായിട്ട് വിളിക്കുന്നു. എന്നാൽ എല്ലാവരും ഫോട്ടോ കോപ്പികളായിട്ട് മരിക്കുന്നു എന്നാണ് വിശുദ്ധ കാർലോസ് അക്യൂറ്റസ് അവകാശപ്പെട്ടത്. ഇതിൽ നിന്ന് എന്താണ് പ്രത്യേകം യുവജനങ്ങൾക്ക് മനസ്സിലാക്കാനുള്ളത്? നമുക്കെല്ലാവർക്കും അറിയാം, വിശുദ്ധ കാർലോസ് അക്യൂറ്റസ് വീഡിയോ ഗെയിംസും അതുപോലെ തന്നെ ഫുട്ബോളും ഒക്കെ കളിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു വിശുദ്ധനാണ്. യുവജനങ്ങൾക്ക് എല്ലാവർക്കും ഈ കളികളും എല്ലാം ഇഷ്ടപ്പെടുന്ന യുവജനങ്ങളാണ്. അതേസമയം വിശുദ്ധ കാർലോസ് അക്യൂറ്റസ് ഇങ്ങനത്തെ ലോകത്തിലുള്ള ഫ്ലഷായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തിയത്? ഓരോ ആഴ്ചയും 1-2 മണിക്കൂർ ഡിസിപ്ലിനോടുകൂടെ വീഡിയോ ഗെയിംസ് കളിക്കാനും അങ്ങനെ കളിക്കുമ്പോൾ കിട്ടുന്ന കൂട്ടുകാരായിട്ടൊക്കെ ഈശോയെ പങ്കുവെക്കുകയൊക്കെയാണ് വിശുദ്ധൻ ചെയ്തിരുന്നത്. അപ്പോൾ ദൈവം തന്നിട്ടുള്ള പ്രയോറിറ്റി കൊടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾക്ക് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് ഒരു സ്പിരിച്വൽ ഡിസിപ്ലിനും പെനൻസും ആയിട്ട് സമയം ക്രമീകരിച്ച് വീഡിയോ ഗെയിംസൊക്കെ കളിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുകയും അങ്ങനെ വിശുദ്ധിയിലേക്ക് എത്തുകയും ചെയ്തൊരു വിശുദ്ധനാണ്. അപ്പോൾ നമ്മളോടും യുവജനങ്ങളോട് ഈ വിശുദ്ധൻ ഇതാണ് പറയുന്നത്: ഈ ലോകത്തിലുള്ള സിനിമകളും എല്ലാം നമുക്ക് കാണാം. അത് നമ്മുടെ ദൈവം തന്നിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ നമ്മളെ അകറ്റേണ്ടതല്ല. അതേസമയം നമുക്കിവയൊക്കെ ആസ്വദിക്കാം. എന്നാൽ ദൈവം തന്നിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾക്ക് ഒന്നാം സ്ഥാനം നൽകണമെന്നാണ്. രണ്ടാമത്, വിശുദ്ധ കുർബാനയോട്, യൂക്കറിസ്റ്റിനോട് ഭയങ്കര അധികം സ്നേഹമുണ്ടായിരുന്നൊരു വിശുദ്ധരാണ്. അപ്പോൾ സഭ ഈ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകം യുവജനങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ടത് വിശുദ്ധ കുർബാനയിൽ ജീവിക്കുന്ന ഈശോയിലേക്ക് യുവജനങ്ങളെ ആകർഷിക്കുക എന്നുള്ളതാണ്. ഈശോയെ കൂടുതൽ സ്വീകരിക്കുന്നതോറും ഈശോയെ പോലെ ആവുകയാണ് താൻ എന്നാണ് വിശുദ്ധ കാർലോസ് അക്യൂറ്റസ് അവകാശപ്പെട്ടത്. അങ്ങനെ വിശുദ്ധിയിലേക്ക് വളരും തോറും തൻ്റെ പേരൻസും ഒക്കെ വലിയൊരു ട്രാൻസ്ഫോർമേഷനെ കൂടെ പോവുകയും കൂടുതൽ വിശ്വാസത്തിലേക്ക് വരികയും ചെയ്തതാണ്. അപ്പോൾ നമ്മൾ യുവജനങ്ങളോട് അവിടെ എന്താണ് വിശുദ്ധ കാർലോസ് അക്യൂറ്റസ് പറയുന്നത്? നമ്മൾ വിശുദ്ധരാകുന്നതിലൂടെ നമ്മുടെ ചുറ്റും ദൈവം നമുക്ക് തന്നിട്ടുള്ളവരെയും നമുക്ക് വിശുദ്ധിയിലേക്ക് വളർത്താമെന്നാണ്. മൂന്നാമതായിട്ട് പറയാനുള്ളത് സഫറിങ്ങിനെ പറ്റിയാണ്. വിശുദ്ധ കാർലോസ് അക്യൂറ്റസ് 15-ാം വയസ്സിൽ ലുക്കേമിയ ബാധിച്ച് മരിക്കുമ്പോൾ തനിക്ക് നേരിടേണ്ടി വന്ന എല്ലാ സഫറിങ്സും പരിശുദ്ധ പിതാവ് ബെനഡിക്ട് 16 മാർപ്പാപ്പയ്ക്കും അതുപോലെ സഭയ്ക്ക് വേണ്ടിയും സമർപ്പിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് എത്തിയ വിശുദ്ധനാണ്. 15-ാം വയസ്സിൽ ലുക്കേമിയ ബാധിച്ച് മരിക്കുമ്പോൾ എന്തുകൊണ്ടും ഈ വിശുദ്ധനെ ചിന്തിക്കായിരുന്നു, എനിക്ക് ഈ പ്രായത്തിൽ തന്നെ ഇങ്ങനെ അസുഖം ബാധിച്ചല്ലോ, ഞാൻ ഇനി എന്ത് ചെയ്യും എന്ന് പറഞ്ഞ് തളർന്നിരിക്കുകയായിരുന്നു. പക്ഷേ വിശുദ്ധ കുർബാനയോടുള്ള സ്നേഹത്തിലൂടെയും കുർബാന സ്വീകരിക്കുന്നതിലൂടെയും ഒക്കെ കിട്ടിയ ഗ്രേസ് വിശുദ്ധനെ സഫറിങ് ദൈവത്തിലേക്കുള്ള വഴിയാണെന്ന് മനസ്സിലാക്കി കൊടുക്കുകയും അത് സഭയ്ക്ക് വേണ്ടി ഓഫർ ചെയ്യാൻ പഠിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമുക്കും നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഏറ്റവും ചെറിയ സഫറിങ്സ് പോലും ഈശോയുടെ ചേർത്ത് വെച്ചുകൊണ്ട് നമുക്കും മുന്നോട്ട് പോകാം.